താമരശ്ശേരിയിൽ വീണ്ടും പ്രതിഷേധമാണ്. KSU പ്രതിഷേധിക്കുകയാണ് കെയർ ഹോമിന് മുന്നിൽ. അതിലേക്ക് ചെറുപ്പത്തെ പോലീസ് മലയാളികളെ സംരക്ഷിക്കും. ഇടതുപക്ഷ സർക്കാരെ അവപ്പെട്ട വിദ്യാർത്ഥികളെ ഷഹബാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഈ 5 വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കുന്നതിനെതിരെയാണ് KSUവിന്റെ പ്രതിഷേധം. കൂടുതൽ വിവരങ്ങളുമായി ഇംതിയാസ് കരീം ചേരുന്നുണ്ട്. ഇംതിയാസ്, വീണ്ടും ഇതാ KSU പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ്. നേരത്തെ കുറച്ചുപേരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും പ്രതിഷേധം നടക്കുകയാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ജയലക്ഷ്മി, അല്പസമയം മുൻപ് കുറച്ച് KSU പ്രവർത്തകർ കൂടെ ഈ ജുവൈനൽ ഹോമിന്റെ അകത്തേക്ക് പ്രവേശിച്ചിരുന്നു. മതിൽ ചാടിക്കടന്നും മറ്റുമൊക്കെയാണ് ഈ പ്രവർത്തകരെല്ലാം അകത്തേക്ക് പ്രവേശിച്ചത്. ഈ പ്രവേശിച്ചത് പിന്നാലെ തന്നെ അവർ ഈ ജുവൈനൽ ഹോമിന്റെ ഏക്കർ കണക്കിന് നീണ്ടു പരന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ജുവൈനൽ ഹോമിന്റെ അകമെന്ന് പറയുന്നത്. അകത്ത് ഇവർ KSU പ്രവർത്തകരെല്ലാം കൂടെ പ്രതിഷേധവുമായി ഗേറ്റിന് സമീപത്തേക്ക് എത്തുകയായിരുന്നു. അതിനകത്തേക്ക് പോലീസെല്ലാം കയറി അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. ഇതിനിടയിൽ ഈ ജുവൈനൽ ഹോമിന്റെ പരിസരത്ത് തന്നെ അവർ അകത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു. KSU ഇപ്പോൾ ഇന്നത് 3-ാം തവണയാണ്. 6:30-ക്കാണ് ആദ്യ പ്രതിഷേധവുമായി KSU എത്തിയത്. ഇന്നിപ്പോൾ KSU 3-ാം തവണയാണ് പ്രതിഷേധവുമായി എത്തുന്നത്. അതിനിടയ്ക്ക് MSF ഒക്കെ പ്രതിഷേധവുമായി എത്തിയിരുന്നു. ഈ പ്രതിഷേധക്കാർ വരുമ്പോൾ തന്നെ പോലീസ് സന്നാഹം അവരുടെ ബലം പ്രയോഗിച്ച് ഉടനെ തന്നെ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ് രീതി. എല്ലാവരെയും ഈ കൂടുതൽ ഫോഴ്സിനെ അടക്കം എത്തിച്ച് അവരെല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് PK നവാസിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അവരെ MSF പ്രസിഡന്റ് PK നവാസ് അടക്കമുള്ള 5ഓളം പ്രവർത്തകർ ഇപ്പോൾ കരുതൽ തടങ്കലിലാണ് ഉള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്ന ഒരു വിവരം. അല്പസമയം കൂടെ കഴിഞ്ഞാൽ ഒരുപക്ഷെ പരീക്ഷ ആരംഭിക്കുകയും ചെയ്യും. ജുവൈനൽ ഹോമിലെ തന്നെ ഒബ്സർവേഷൻ മുറിയിലാണ് അവർക്കുള്ള പരീക്ഷ എഴുതാനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. അവിടെ രജിസ്റ്റർ നമ്പറൊക്കെ എഴുതിക്കൊണ്ട് തന്നെ 3-ാം തവണയാണ് ഇപ്പോൾ KSU പ്രവർത്തകർ പ്രതിഷേധവുമായി കെയർ ഹോമിന് മുന്നിലെത്തുന്നത്. വിദ്യാർത്ഥികളുടെ അവരെ പരീക്ഷ എഴുതിക്കരുത് എന്നുള്ളതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. അതേസമയം അല്പസമയത്തിനകം കുട്ടികളുടെ പരീക്ഷ നടക്കും. ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.